ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, വണ്ടിക്ക് മൂവ്മെന്റ് നൽകാതെ ഓരോ ഗിയർ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, ക്ലച്ചിൽ നിന്ന് കാലേക്കും. അതായത് ഫസ്റ്റ് കൊടുക്കും, എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് ഔട്ടിട്ട് സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലേക്കും. ഇപ്പോൾ ഇതേ ഇതുപോലെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഗിയർ ഇടാനായിട്ട് ക്ലച്ച് ചവിട്ടാറുണ്ട്. ഓരോ ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്നും കാലയക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലയക്കേണ്ടത് പതുക്കെയാണോ അതോ വളരെ വേഗത്തിലാണോ? കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു സംശയമാണ്. ഇത് വളരെ നല്ലൊരു സംശയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഒരുപാട് വെപ്രാളപ്പെടാറില്ല, ഒരുപാട് തിടുക്കപ്പെടാറില്ല. ഓരോ ഗിയർ ഇടുന്നതും അതോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതും ഒക്കെ വളരെ സ്മൂത്തായിട്ടായിരിക്കും. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ സാവധാനത്തിലും സ്മൂത്തുമായിട്ട് ചെയ്താൽ മതി. എന്നാൽ വാഹനം ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഇല്ല. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് കാണിച്ചു തരാം. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ മികച്ചതാക്കാനായിട്ടും അതോടൊപ്പം തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ച് കൺട്രോളിങ്ങിനും ഈ ഒരു വീഡിയോ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഒന്ന് കൊടുക്കും. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങളെ ഒരു ട്രിക്ക് കാണിച്ചു തരാം. നിങ്ങൾ ക്ലച്ചിൽ കാല് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കാലയക്കാനും അതോടൊപ്പം തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാല് വരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യുകയാണ്. നമുക്ക് ജസ്റ്റ് റിവേഴ്സ് ഒന്ന് എടുക്കണം. ഇവിടെ മുന്നിലായിട്ടൊരു വണ്ടിയുണ്ട്, ജസ്റ്റ് റിവേഴ്സ് ഒന്ന് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിയാം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് വീണ്ടും എടുക്കുകയാണ്. നമ്മളൊരു വണ്ടി ആദ്യം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമുക്ക് പതിയെ കാലയച്ചിട്ട് മൂവ് ആക്കിയാലേ വണ്ടി മൂവ് ആകത്തുള്ളൂ. ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. കാരണം ഇത്രയും വെയിറ്റുള്ള ഒരു വണ്ടിയെ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ടുള്ള ഒരു പവറും ടോർക്കും ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ അത് നമുക്ക് ലഭിക്കത്തില്ല. അതിനാണ് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഒന്ന് ആക്സിലറേറ്റർ പെഡലെ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കും. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുമ്പോൾ നമുക്കറിയാം വണ്ടിക്കുള്ളിലൊരു വൈബ്രേഷൻ ഉണ്ടാകും. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ച് നമ്മൾ വണ്ടി എടുക്കും. നിങ്ങൾക്ക് ഇനി വണ്ടി കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കാനായിട്ടുള്ള ഒരു ധാരണ ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾ അതിൽ നിന്ന് കയറി കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ സാവധാനത്തിലാണ് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു കയറ്റമാണ്. ഈ ഒരു കയറ്റത്തിൽ ഞാൻ നല്ല രീതിയിലുള്ള ഒരു ആക്സിലേഷൻ കൊടുക്കുന്നു. അതിനുശേഷം ആക്സിലേഷൻ കുറയ്ക്കുന്നു. ഇതേ ക്ലച്ച് ചവിട്ടിയിട്ട് മെല്ലെ സാവധാനത്തിലാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് ഉപയോഗിച്ചപ്പോൾ ഞാൻ വളരെ സാവധാനത്തിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെക്നിക്കും അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വണ്ടിക്ക് ആക്സിലേഷൻ കൊടുത്ത് മൂവ്മെൻറ്റ് നൽകുക. അപ്പോൾ ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോവല്ലേ, ഞാനിത് ഫസ്റ്റ് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി. ഇതേ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമുക്കിതേ വണ്ടി ഉരുളുന്ന സമയത്ത് തന്നെ ക്ലച്ച് ഇങ്ങനെ ചവിട്ടുക. അതിനുശേഷം മെല്ലെ തേർഡ് ഗിയർ ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓരോ ഗിയർ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനർത്ഥം നമുക്ക് എപ്പോഴും ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ചെറുതായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നൽകുക. ഒരുപാട് മൂവ്മെൻ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അടുത്തൊരു ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകുക. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഇവിടെ ഒരു ഇറക്കത്തോട് കൂടിയ റോഡാണ്.
ഇപ്പോൾ തന്നെ വണ്ടി ഓൾറെഡി ഈ ഒരു ഇറക്കത്ത് പോകുന്നുണ്ട്. എൻ്റെ കാലിൽ ഇത് മെല്ലെ ബ്രേക്കേ വരുന്നു. ഞാനിത് ക്ലച്ച് ചവിട്ടിയിട്ട് ഇത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക. അതിനുശേഷം ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. അപ്പോൾ ഓൾറെഡി ആ ഒരു ഇറക്കത്ത് വണ്ടി റൺ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടി അടുത്തൊരു ഗിയർ ഇടാനായിട്ടുള്ള ടൈമുണ്ട്. ഇപ്പം തന്നെ ഇവിടെ നോക്കുക, ഇറക്കം കൂടി റോഡാണ്. എൻ്റെ കാല് ബ്രേക്കേ വരുന്നു. ഞാനിത് ക്ലച്ച് ചവിട്ടിയിട്ട് ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടില്ല, ഇപ്പോഴും വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് ജെർക്ക് ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ സ്മൂത്തായിട്ട് ഗിയർ ഇടാനായിട്ട് സാധിക്കും. നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് പറയാം. നമ്മളിപ്പോൾ ഓരോ ഗിയറും മുന്നോട്ടിട്ടാണ് ഓടിച്ചത്. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ടൈമിൽ നമ്മൾ ക്ലച്ചിൽ കാലെങ്ങനെ ഉപയോഗിക്കണം? പെട്ടെന്ന് ഉപയോഗിക്കണോ പതുക്കെ ഉപയോഗിക്കണോ? നമ്മൾ പതുക്കെ തന്നെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ സെക്കൻഡിൽ പോവാണ്. ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു. ക്ലച്ച് ചവിട്ടിയിട്ട് പതുക്കെ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. പതിയെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. വീണ്ടും ഞാൻ ഇത് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി. വണ്ടി റണ്ണിങ്ങിലാണ്. സമയത്ത് ക്ലച്ച് ചവിട്ടുന്നു. ഫോർത്തിലേക്ക് ഇട്ടു. ഇനി ഡൗൺ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ ഇറക്കമാണ്. എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലേക്ക് വരുന്നു. ഇനി ഇറക്കം കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കയറ്റം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യുക. ഇപ്പം ഞാൻ ഇങ്ങനെ വരുന്നു, ബ്രേക്ക് കാല് വെച്ചിട്ട് ഇതേ ക്ലച്ച് ചവിട്ടി. ഇപ്പോൾ ഇവിടെ വണ്ടി റണ്ണിങ്ങിലാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഇതേ തേർഡ് ഇടുന്നു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടില്ലേ? അപ്പോൾ റണ്ണിങ് നിലനിർത്തി കുറച്ച് നേരത്തെയാണ് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുത്തത്. ഇനി ഫസ്റ്റിലേക്ക് ഇടാം. റണ്ണിങ് നിലനിർത്തി ക്ലച്ച് ചവിട്ടിയിട്ട് ഇതേ ഫസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം പതിയെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിലായിരിക്കണം ഓരോ ഗിയറും ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്തൊരു ഗിയർ ഇടാനായിട്ടുള്ള ടൈം കിട്ടും. കാരണം വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ റണ്ണിങ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഗിയറും നിങ്ങൾ അപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ചിൽ കാല് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ പതുക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി. എന്നാലും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകാതെ ഓരോ ഗിയർ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലച്ചിൽ നിന്ന് കാലയ്ക്കും. അതായത് ഫസ്റ്റ് കൊടുക്കും, എന്നിട്ട് പെട്ടെന്ന് ക്ലച്ച് ഔട്ടിട്ട് സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയ്ക്കും. ഇപ്പോൾ ഇതുപോലെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഓരോ ഗിയർ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വണ്ടിക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് നൽകുക. മൂവ്മെൻറ്റ് ആക്സിലേഷൻ കൊടുത്തിട്ട് നൽകുക. ആ ഒരു ടൈമിൽ വണ്ടി ഉരുണ്ടോണ്ടിരിക്കും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? മെല്ലെ ക്ലച്ച് ഔട്ടുക, അടുത്ത ഓരോ ഗിയർ ഇട്ട് കൊടുക്കുക. ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യാനും ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഒരുപാട് വ്യത്യാസം വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് ഗുണം ചെയ്യും. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം നമ്മളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ആ പേജിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.